ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഇന്ന് രാവിലെ എല്ലാ ദിവസം എല്ലാ വെള്ളിയാഴ്ചയും പോകുന്നത് പോലെ തന്നെ ഇന്ന് വെള്ളിയാഴ്ചയാണ്. ഭഗവതി ക്ഷേത്രത്തിൽ പോയി നെയ്വിളക്കെല്ലാം കൊടുത്തു കേട്ടോ. എല്ലാവരുടെ പേരിലും വഴിപാട് കഴിച്ചു. പിന്നെ ഇന്ന് പുഷ്പാഞ്ജലി നടത്തി കേട്ടോ. ഞാൻ പുഷ്പാഞ്ജലി വർഷങ്ങൾക്ക് ശേഷമാണ് പുഷ്പാഞ്ജലി നടത്തുന്നത്. പുഷ്പാഞ്ജലിയുടെ പ്രസാദമാണത്. അങ്ങനെ വീട്ടിൽ വന്നു. രാവിലെ അപ്പവും മുട്ടക്കറിയും കട്ടൻ കാപ്പിയും ആയിരുന്നു. അങ്ങനെ അത് കഴിച്ചു. അപ്പോൾ പുഷ്പാഞ്ജലി എന്ന് വെച്ചാൽ ഇന്ന് ഞാൻ ആ പുഷ്പാഞ്ജലിയുടെ പ്രസാദം കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ കുട്ടിക്കാലം ഓർത്തുട്ടോ. ഞാനും ചേച്ചിയും കൂടിയിട്ട് ഞങ്ങൾ പണ്ട് തൃശ്ശൂർ ശിവക്ഷേത്രത്തിൽ പോകുമായിരുന്നു. ഞങ്ങളുടെ തട്ടകത്ത് അമ്പലം ശിവൻ്റെ അമ്പലമാണ്. ശിവക്ഷേത്രത്തിൽ പോയിട്ട് അവിടെ പുഷ്പാഞ്ജലിയാണ് നമ്മൾ നടത്തുക. പുഷ്പാഞ്ജലി നടത്തുമ്പോൾ നമുക്ക് പ്രസാദമായിട്ട് കിട്ടണതായിരുന്നു ഈ പഴവും ശർക്കരയും കൂടി വെച്ച് ഭയങ്കര ഒരു എന്ത് ടേസ്റ്റാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും എൻ്റെ ചേച്ചിയും കൂടി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തല്ലുകൂടി ഇല കീറി വരെയും പറിച്ച് നക്കിക്കൊണ്ടൊക്കെയാണ് വീട്ടിൽ വരാറ്. അത്ര കൊതിയായിരുന്നു ഞങ്ങൾക്കതിന്. അതൊക്കെ ഒരു കാലമാണ് സത്യം പറഞ്ഞാൽ, സന്തോഷമുള്ളൊരു കാലമാണ്. പിന്നെ നമ്മുടെ കുട്ടപ്പായി, നമ്മുടെ സിംബയുടെ മോൻ, ഇവനാണ് പിന്നെ ഉണ്ടായിരുന്നത്. ഇവൻ സെയിലായി കേട്ടോ. ഇവനെ കൊടുത്തു. ഇവനെ എറണാകുളത്ത് പാലാരിവട്ടത്ത് ഒരു കസ്റ്റമറാണ് എടുത്തേക്കുന്നത്. അങ്ങനെ അവൻ നല്ല സുഖമായി നല്ലൊരു വീട്ടിൽ പോയി നല്ലോണം ജീവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പൊന്നുവിന് ഭയങ്കര വിഷമമുണ്ട് കുട്ടപ്പായെ കൊടുത്തതിന്. ഓക്കെ, ബൈ ഫ്രണ്ട്സ്.